മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ 4 കാട്ടാനകൾ മദപ്പാടിൽ. വിവിധയിടങ്ങളിലായി 4 കാട്ടാനകളാണ് ഇറങ്ങിയിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. വിവരങ്ങൾ ജെയിനിസ് രാജു നൽകും. ജെയിൻ, ഈ മദപ്പാടിലുള്ള ആനകൾ ഇങ്ങനെ നാട്ടിലേക്ക് ജനവാസ മേഖലയിലേക്കൊക്കെ ഇറങ്ങിയാൽ പൊതുജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? എന്തായിരിക്കും ഇതിന് ഇനി ഒരു പരിഹാരം? മൂത്തി, ഈ ആനകൾ മൂന്നാറിൽ സ്ഥിരമായുള്ള ആനകളാണ്. നമുക്കറിയാം, പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ മൂന്നാറിൽ തോട്ടം മേഖലയിൽ തന്നെയുള്ള ആനകളാണ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ 4 കാട്ടാനകളും അത് ഒരേ സമയം മദപ്പാടിലാണ് എന്നുള്ളതാണ് വനംവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കാരണം ഈ പല ആനകളും ഏത് സമയത്തും അക്രമാസക്തരാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വനംവകുപ്പ് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായും വിനോദസഞ്ചാരികൾക്കാണ് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ആനകളൊക്കെ പല സ്ഥലത്തും നിൽക്കുമ്പോൾ ഈ ആളുകൾ, പുറമേ നിന്ന് വരുന്ന ആളുകൾ സെൽഫി എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒക്കെ ഈ ആനകളുടെ സമീപത്തേക്ക് പോകുന്നു. കൂടാതെ ഈ വാഹനവുമായി ആനകളുടെ സമീപത്തേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഈ ആനകൾ സാധാരണ നിലയിൽ നിന്ന് കൂടുതൽ അക്രമാസക്തരാണ്. അതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ ആക്രമിക്കപ്പെടാൻ, അവരുടെ വാഹനങ്ങളൊക്കെ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്നും നാളെയും അവധി ദിവസങ്ങളാണ്. സ്വാഭാവികമായിട്ടും വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ആനകളെ കണ്ടാൽ പരമാവധി ഒഴിഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഒരു നിർദ്ദേശമായിട്ട് വനംവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ ഈ ആനകളെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഓടിക്കുന്ന സമയത്തും വിനോദസഞ്ചാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നിസ്സഹകരണമുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതിൻ്റെ ഒരു കൂടി പശ്ചാത്തലത്തിലാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രദേശവാസികളെ സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് സുപരിചിതരായിട്ടുള്ള ആനകളാണിത്. പടയപ്പ നമുക്കറിയാം വർഷങ്ങളായിട്ട് മൂന്നാറിൽ തന്നെ ഉള്ളതാണ്. മറ്റൊരു കൊമ്പൻ എന്ന് പറയുന്ന ഒറ്റക്കൊമ്പനാണ്. ഒറ്റക്കൊമ്പൻ ഒരു 3-4 വർഷം മുമ്പാണ് മൂന്നാറിലേക്ക് എത്തിയത്. അതിനുശേഷം ജനവാസ മേഖലയിൽ തന്നെയാണ്. കൂടാതെ വിരികൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന കൂടിയുണ്ട്. ഇതിന് പുറമെയാണ് മലയാറ്റൂർ റിസർവിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭാഗത്തേക്ക് എത്തിയ മറ്റൊരു കൊമ്പൻ കൂടിയുണ്ട്. ഇങ്ങനെ 4 കാട്ടാനകളാണ് മദപ്പാടിലുള്ളത്. തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് സാധാരണ നമുക്കറിയാം ചൂട് കൂടുന്ന സമയമാണ്. പുൽമേടുകളിലൊന്നും പുല്ലുണ്ടാകില്ല. അപ്പോൾ ഭക്ഷണം തേടി ജനവാസ മേഖലയെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് മോത്തി.